പോലീസ് ജയിലുകൾ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ധനാഭ്യർത്ഥന സംബന്ധിച്ച് ഞാൻ അതിനെ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ പറയുകയാണ്. സർ, പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്വമാണ് പോലീസിന് ഇന്ന് നിർവഹിക്കാനുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സർ, പഴയ കാലത്ത് പോലീസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കും അപ്പുറത്ത് പുതിയ കാലഘട്ടത്തിലെ ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ന് പോലീസ് സേന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോലീസ് സേന നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, സൈബർ കുറ്റകൃത്യങ്ങൾ അരങ്ങുവാണ ഒരു വർഷമാണ് കടന്നുപോയത്. സാർ, ഓൺലൈൻ സേവനങ്ങളും ഇടപാടുകളും വർദ്ധിച്ചതോടെ തട്ടിപ്പുകളും ഹൈടെക്കായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2024 ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് 11,000 കോടി രൂപയാണ്. സർ, സൈബർ കുറ്റകൃത്യങ്ങളെ കൂടുതലും സാമ്പത്തിക തട്ടിപ്പുകളാണ്. പദ്ധതിയിലേറെ സൈബർ ആക്രമണങ്ങളും വിയറ്റ്നാം, കംബോഡിയ, ചൈന, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സർ, നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തട്ടിപ്പുകളും 2024 വലിയ തോതിൽ നടന്നു. AI-യിലൂടെ സൃഷ്ടിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോസ്, വോയിസ് ക്ലോണിംഗ് എന്നിവ ഉപയോഗിച്ചുള്ള സ്കാമുകൾ പലരും അതിൽ ഇരയായിട്ടുണ്ട്. സർ, സൈബർ കുറ്റകൃത്യങ്ങളെ കണ്ടെത്താനും തടയാനുമായി നിരവധി നടപടികളാണ് കേരള പോലീസ് സ്വീകരിച്ചത്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിന് തടയിടുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനുമായി സംസ്ഥാനത്ത് പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സാർ, നമ്മുടെ കാലോചിതമായ മാറ്റമാണ് പോലീസിൻ്റെ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിച്ചു. തട്ടിപ്പിനായി ഉപയോഗിച്ച 27,650 ബാങ്ക് അക്കൗണ്ടുകളിൽ 11,999 സിം കാർഡുകളും 17,734 വെബ്സൈറ്റുകളും സൈബർ ഡിവിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ ഫ്രോഡ് ആൻഡ് സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനരഹിതമാക്കി. സർ, 8,369 സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളും 537 വ്യാജ മൊബൈൽ ആപ്ലിക്കേഷനുകളും കണ്ടെത്തി നിയമ നടപടി സ്വീകരിച്ചു. വിദേശ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ നിയോഗിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 17 കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. സർ, 16 ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ പി ഹണ്ട് പരിശോധനയിൽ 395 കേസ് രജിസ്റ്റർ ചെയ്യുകയും 37 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2,347 പരിശോധനകളിലായി 881 ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട 201 കോടി രൂപയിൽ 37 കോടി രൂപ കണ്ടെടുക്കുകയുണ്ടായി. സർ, സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ കേരള സൈബർ ഡിവിഷൻ അതിൻ്റെ സൈബർ ഫ്രോഡ് ആൻഡ് സോഷ്യൽ മീഡിയ വിഭാഗത്തിലൂടെ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. സർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ മികച്ച പ്രകടനത്തിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അവാർഡ് കേരള പോലീസിനാണ് സർ ഈ കാലയളവിൽ ലഭിച്ചത്. ഓൺലൈൻ സാമ്പത്തിക കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഉദ്ദേശിച്ച് 1930 എന്ന ഹെൽപ്പ് ലൈൻ 2023 മാത്രം 23,748 പരാതികൾ ലഭിച്ചു. തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 201 കോടി രൂപയിൽ 37 കോടി രൂപ തിരിച്ചുപിടിച്ചു. സർ, 2024 ഓഗസ്റ്റ് വരെ ലഭിച്ച 27,723 പരാതികളിൽ നിന്ന് നഷ്ടപ്പെട്ട 514 കോടി രൂപയിൽ 70 കോടി രൂപ തിരിച്ചുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. സർ, രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കേരളം മുന്നിലെന്ന് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2022 സംസ്ഥാനത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 96%, പ്രത്യേക സംസ്ഥാന നിയമങ്ങൾ SLL പ്രകാരം രജിസ്റ്റർ ചെയ്ത 99% കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. 2022 ക്രൈം റിപ്പോർട്ടിലാണ് വിവരങ്ങൾ ചൂണ്ടിക്കാണി. ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും കേരളം വളരെ മുന്നിലാണ് സാർ. 2022 5,02,311 പേർ IPC കേസുകളിൽ കേരളത്തിൽ ശിക്ഷിക്കപ്പെടുകയുണ്ടായി. സർ, ക്രിപ്റ്റോ കറൻസിയിലൂടെയുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾ
നടത്തുന്നവരെ കണ്ടെത്തുന്നതിനും ഇത്തരം ഇടപാടുകൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുമായി കേരള പോലീസ് ക്രിപ്റ്റോ കറൻസി അനാലിസിസ് ടൂൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. സർ, ക്രിപ്റ്റോ കറൻസിയിലൂടെ ഉള്ള തട്ടിപ്പ് കേസുകളിലെ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷനുകൾ പരിശോധിച്ച് എക്സ്ചേഞ്ചുകളിലെ ഡെപ്പോസിറ്റ് വാലറ്റുകൾ കണ്ടെത്തി അവയുടെ വിവരങ്ങൾ ശേഖരിച്ച് പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നതുകൂടി ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. സാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സൈബർ ഭീഷണികളെ കണ്ടെത്താനും പ്രതിരോധിക്കുന്നതിന് നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നു. ഇതിലൂടെ ലോഗുകൾ നിരീക്ഷിക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അതിൽ നിർമ്മിത ബുദ്ധി സംയോജിപ്പിച്ച് അലർട്ടുകൾ നൽകുകയും ചെയ്യുന്നു. AI പവേർഡ് സെക്യൂരിറ്റി ഓപ്പറേറ്റീവ് സെൻറ്റർ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പോലീസാണ് കേരള പോലീസ് എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ്. സർ, ഡിജിറ്റൽ ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വർദ്ധിച്ചു വരുന്ന നൂതന സൈബർ തട്ടിപ്പുകളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി കേരള പോലീസ് സൈബർ വിഭാഗം വിഭാവനം ചെയ്ത സൈബർ വാൾ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. സർ, പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ നമ്പറുകൾ, ഇമെയിൽ ഐഡികൾ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, എക്സിക്യൂട്ടബിൾ ഫയലുകൾ, സ്ക്രീൻഷോട്ടുകൾ, SMS, ഇമെയിൽ ഉള്ളടക്കമുള്ള മറ്റ് ഡിജിറ്റൽ വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് വിശകലനം ചെയ്ത് ഒരു ട്രസ്റ്റ് സ്കോർ നൽകി ഡിജിറ്റൽ ഇടങ്ങളിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി സൈബർ തട്ടിപ്പുകളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സൈബർ വാൾ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ഈ കാര്യങ്ങളെല്ലാം ഈ കാലോചിതമായി ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് നടപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാർ ഞാൻ സൂചിപ്പിച്ചത്, പഴയകാല പോലീസിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മാത്രമല്ല, ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കാലാനുസൃതമായ പുതിയ കാലഘട്ടത്തിൻ്റെ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്താവുന്ന പരീക്ഷണങ്ങളുമെല്ലാം നടത്തിക്കൊണ്ട് ആണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കേരള പോലീസ് സൈബർ ഡിവിഷൻ്റെ കീഴിൽ പൊതുജനങ്ങൾക്ക് സൈബർ സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പോലീസ് ആസ്ഥാനത്ത് പബ്ലിക് ഔട്ട്റീച്ച് ഗ്രൂപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. സാർ, ഈ നമ്പറിലൂടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പരാതിക്കാരുടെ നഷ്ടപ്പെട്ട തുക ബന്ധപ്പെട്ട ബാങ്കുകളുടെ സഹായത്തോടെ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പല ആളുകൾ അറിയാതെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഉടമയെ അറിയാതെ അക്കൗണ്ട് നമ്പറുകൾ തെറ്റായ രീതിയിൽ ശേഖരിച്ചത് കൈകാര്യം ചെയ്തുകൊണ്ട് പണം പിടിച്ചെടുക്കുന്ന സംവിധാനങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർ, മാരക ലഹരി മരുന്നുകൾ പിടിമുറുക്കുന്ന സംസ്ഥാനത്തിലൊന്നായി കേരളവും അതിവേഗം മാറുകയാണ്. പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ അളവിലെ വർധന, വിൽപ്പനക്കാരുടെ എണ്ണത്തിലെ വർധന, വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിലെ അതിവേഗ വ്യാപനം എന്നിവയാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത്. എല്ലാ അർത്ഥത്തിലും കേരളീയ സമൂഹം ഞെട്ടലോടുകൂടിയാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന രാസലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് കണ്ടെത്തിക്കൊണ്ടുള്ള വാർത്തകളുമെല്ലാം പുറത്തു വരുമ്പോൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, നിരവധി കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് മുഖ്യ കണ്ണിയായി മാറുകയും ചെയ്യുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ സമീപകാലത്ത് കേരളത്തിലുണ്ടായ നിരവധി അക്രമങ്ങളിൽ പ്രതികളുടെ മയക്കുമരുന്ന് ഉപയോഗവും മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധവും കാരണമായിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. സാർ, പ്രണയനൈരാശ്യത്തിൻ്റെ പകതീർക്കുന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഉൾപ്പെടെ മയക്കുമരുന്നിൻ്റെ പങ്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നും ക്വട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം പല വിധത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമകളാക്കപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നതും അവർ മയക്കുമരുന്ന് വാഹകരായി മാറുന്നതും വ്യക്തമാക്കുന്ന കേസുകൾ ഏറെയാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തരം ക്രൂരതയും ചെയ്യാൻ സാർ മടിയില്ലാത്ത സംഘങ്ങൾ ഇവരിലൂടെ രൂപപ്പെടുന്നു എന്നത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ ഉറക്കം കെടുത്തുന്ന കാര്യമായി മാറിയിരിക്കുന്നു. മയക്കുമരുന്നുകൾ അത്രമേൽ അവരുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നു എന്നും വെറും നിരീക്ഷണമല്ല, മനോരേഖ വിദഗ്ധരുടെ കണ്ടെത്തൽ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കിയേ മതിയാവും. സാർ, പോലീസും സൈക്കാട്രിസ്റ്റുകളും ഒരുപോലെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്.
ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് പരമാവധി സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കും വിധം പോലീസ് സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുപരിയായി സർക്കാർ നടപ്പിലാക്കിയത്. വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ നേരിട്ടെത്തുന്ന രീതിക്ക് മാറ്റം വരുത്തുക എന്നത് പ്രധാനമായിരുന്നു. പരാതികൾ ഓൺലൈനിലായി സ്വീകരിക്കുന്ന പ്രത്യേക പോർട്ടൽ, തണൽ, തുണ എന്നിവ ഇതിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായി ഉയർത്തിയിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്നവരെ സഹായിക്കുന്നതിന് ഒരു PROയെ നിയോഗിച്ചിട്ടുണ്ട്. പരാതിക്കാർക്ക് സ്വദേശത്തും വിദേശത്തു നിന്നും പരാതികൾ പരാതികൾ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അവയിൽ സ്വീകരിച്ച നടപടികൾ അറിയുന്നതിനും ഒരു ഓൺലൈൻ വെർച്വൽ പോലീസിംഗ് സംവിധാനം നിലവിലുണ്ട്. എല്ലാ പരാതികളും കൃത്യതയോടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഇതിൽ പ്രധാനമാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി സാക്ഷികൾക്ക് ഓൺലൈനായി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെ മൊഴി രേഖപ്പെടുത്തുന്നതിനും കഴിയുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കുറ്റവാളികളെ കണ്ടെത്തുക അതുപോലെ തന്നെ എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഫേസ് അതുപോലെ റെക്കഗ്നേഷൻ സിസ്റ്റം ഏത് കുറ്റവാളികളെയും തിരിച്ചറിയുന്നതിന് സഹായകരമായ സംവിധാനമാണ്. 33 പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ പുതുതായി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ മുൻനിർത്തി വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും സഹായകരമായി ജനമൈത്രി ബീറ്റ് ഓഫീസർമാരും കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർമാരും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പുതുതായി 70 സ്കൂളുകളിൽ SPC അനുവദിച്ചിട്ടുണ്ട് എന്നതും ഈ കാലഘട്ടത്തിലെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ ദിവസം ബഹുമാനായ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും അതുപോലെ നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെയും ഒക്കെ പാർലമെൻ്ററി കായിക വകുപ്പിൻ്റെയും ഒക്കെ ചുമതല വഹിക്കുന്ന മന്ത്രി ഈ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി ഉദ്ഘാടനം ചെയ്ത പോലീസ് സബ് ഡിവിഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ഏറ്റവും വലിയ സംഘടിതമായ പ്രവർത്തനം താഴെ നിലത്ത് നടത്താൻ കഴിയുന്ന കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് സ്നേഹിത പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തീർച്ചയായും പോലീസിലെത്തുന്ന കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടുപിളഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾക്ക് കൂടി പരിഹാരമുണ്ടാക്കാൻ പോലീസ് മാത്രമല്ല എല്ലാ തരത്തിലും ഇവരുമായി സംസാരിക്കാൻ കഴിയുന്ന സൈക്യാട്രിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിർത്താൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് സംവിധാനം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പോലീസ് മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. കാലോചിതമായ മാറ്റങ്ങൾ പുതിയ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജയിലുകളുടെ പ്രവർത്തനം കൂടി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചു.